ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. എമ്പുരാൻ എന്ന ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മലയാളത്തിന്റെ ഏറ്റവും വലിയ സിനിമയുടെ ഒരു വെല്ലുവിളിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഒരു വമ്പൻ റെക്കോർഡ് നേട്ടത്തിന്റെ റിപ്പോർട്ടുമാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ 100 കോടി കടന്ന വിവരം കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നല്ലോ. മലയാളത്തിൽ ഇനിയും പല പ്രമുഖ നടന്മാരും 100 കോടി ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കാനായിട്ട് പെടാപ്പാട് പെടുമ്പോഴാണ് വിയർക്കുമ്പോഴാണ് എമ്പുരാൻ എന്ന സിനിമ ലാലേട്ടൻ സിനിമ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ അതായത് നിർമ്മാതാവിനും വിതരണക്കാരനും ലഭ്യമാകുന്ന തുക മാത്രം 100 കോടി ഷെയർ കടത്തിയിരിക്കുന്നത്. ഇനി മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ എമ്പുരാനിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. എന്നാൽ എമ്പുരാൻ എന്ന സിനിമയിലൂടെ പ്രീസെയിൽ മുതൽ ഒരുപാട് നേട്ടങ്ങൾ നാം ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലാണ് 100 കോടി ഷെയർ എന്ന ചരിത്ര നേട്ടം സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒരു മലയാളം സിനിമയുടെ ആദ്യത്തെ 100 കോടിയിലധികം വേൾഡ് വൈഡ് ഷെയർ കളക്ഷൻ കടക്കുന്ന സിനിമ കൂടിയായിട്ട് മാറിയ ലാലേട്ടന്റെ എമ്പുരാൻ 230 കോടിയോളം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ എമ്പുരാന് മുകളിൽ 241 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് ഫൈനൽ ഗ്രോസ് നേടിയെടുത്ത മറ്റൊരു മലയാളം സിനിമ കൂടിയുണ്ടോ നമുക്ക്. അത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ്. എന്നാൽ ആ സിനിമയ്ക്ക് ഫൈനൽ ഷെയർ തിയേറ്റർ ഷെയർ 100 കോടി കടത്താനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. മഞ്ഞുമലിന്റെ ഫൈനൽ ഷെയർ എത്രയാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എങ്കിൽ പോലും 90 കോടിക്കപ്പുറമുള്ളൊരു ഷെയർ ആണ് സിനിമ എടുത്തെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നിയേക്കാം, എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഇപ്പോഴും മഞ്ഞുമൽ ബോയ്സിനേക്കാൾ 10 കോടിയിൽ പരം കളക്ഷൻ കുറവാണല്ലോ, എന്നിട്ടും എങ്ങനെ മഞ്ഞുമൽ ബോയ്സിന് കിട്ടാത്ത 100 കോടി ഷെയർ എമ്പുരാന് കിട്ടിയെന്ന്. ഇക്കാര്യത്തിൽ വലിയ വിശദീകരണത്തിലേക്കൊന്നും തന്നെ പോകാനായിട്ട് താല്പര്യമില്ല. എങ്കിൽ പോലും പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തിയേറ്റർ വിതരണക്കാർക്ക് കിട്ടുന്ന ഷെയർ റേഷ്യോ അല്ല വിദേശ രാജ്യത്ത് സിനിമയുടെ ഷെയർ, ഒപ്പം തന്നെ തിയേറ്റർ ഉടമകൾക്ക് കിട്ടുന്ന റേഷ്യോ. മഞ്ഞുമൽ ബോയ്സിന് 241 കോടിയിൽ കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിലാണെങ്കിൽ എമ്പുരാന് കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് വിദേശ രാജ്യത്ത് നിന്നാണ്. അത് തന്നെയാണ് 100 കോടി ഷെയർ എമ്പുരാന് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമയുടെ ഒരു വെല്ലുവിളിയിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാൻ നിലവിൽ ഇന്നത്തെ കളക്ഷനോടെ 8 ദിവസങ്ങൾ കൊണ്ട് 70 കോടി ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. വേൾഡ് വൈഡ് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ലാലേട്ടൻ സിനിമ മാറുമെന്ന് ഇനി സംശയം വേണ്ട. എന്നാൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ഇൻഡസ്ട്രിയുടെ വിജയ സ്റ്റാറ്റസ് നേടിയെടുക്കാനായിട്ട് കഴിയുമോ സിനിമയ്ക്കുന്നൊരു ചോദ്യം ബാക്കിയാണ്. കാരണം 2018 ഫൈനൽ കേരള ഗ്രോസ് മറികടക്കാനായിട്ട് ഇനിയും 20 കോടിയോളം കളക്ഷൻ എമ്പുരാന് കൃത്യം നേടിയെടുക്കണം. സിനിമയുടെ നിലവിലെ അഭിപ്രായങ്ങളെ വെച്ച് ഇതുവരെ പല റെക്കോർഡുകൾ തൂക്കിക്കഴിഞ്ഞ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ആകെയുള്ള വെല്ലുവിളി ഈ പറഞ്ഞ കേരള ഇൻഡസ്ട്രി റെക്കോർഡാണ്. അതിലേക്ക് എത്തപ്പെടാനായിട്ട് ഇനി 7 ദിവസം പ്രധാനമായിട്ടും സമയമുണ്ട്. 20 കോടി കളക്ഷനും നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം കളക്ഷനും ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കാത്തിരിക്കാം ആ നേട്ടത്തിന്റെ വാർത്ത അടുത്ത ഒരാഴ്ചക്കുള്ളിൽ കേൾക്കുവാനായിട്ട്.